ആത്മവിശ്വാസം എന്ന് പറയുന്ന ഫിൽറ്റർ പോലാണ്. ആ മാലിന്യങ്ങളെയെല്ലാം ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ജീവിതമില്ല. അല്ല സുനാമി വരുന്നില്ല, ഭൂമിയിലൊക്കെ വരുന്നില്ല. ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഭാഗം കടലിൽ തന്നെ നിൽക്കുക, അതിനകത്ത് താമസിക്കുന്നുണ്ട് ആളാണ്. കാരണം ഒരു വിശ്വാസം. കാരണം ഏത് നിമിഷവും ഇന്ന് രാത്രി അത് മറിഞ്ഞു വീഴാം. പക്ഷെ എന്നാലും അവർക്കൊരു വിശ്വാസമാണ്. നമ്മളൊക്കെ വിശ്വാസമാണ് അവർ ഉറക്കുന്നത്. നമുക്കെന്തെങ്കിലും ടെൻഷനോ ഉറക്കം വരത്തില്ലല്ലോ. അപ്പോൾ വിശ്വാസമാണ് നമ്മളെ അവിടെ എത്തുമെന്നൊരു വിശ്വാസം. അതുപോലെ ഇങ്ങനെ വരുന്നതൊരു വിശ്വാസം. വിശ്വാസമാണെങ്കിലേ നമ്മളെല്ലാം പിടിച്ച് നിർത്തിക്കുക പരസ്പരം. നമ്മളെന്നും അറിഞ്ഞോ അറിയാതെ ഒരു വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ആത്മീയം മനസ്സിലാക്കുമ്പം എന്തും വരട്ടെ, ഇതാണെങ്കിൽ നമുക്ക് നമ്മൾ അതോടൊപ്പം നമ്മളൊരു ധീരനാക്കുകയാണ്. ഇന്ന് സ്വീകരിക്കാനുള്ള ആ അന്തർലീനമായ ശക്തി എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ്, മറ്റൊന്നുമല്ല. അവനെ ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലെ, ഒരു മിലിറ്ററിക്കാരനെ പോലെ മരണം അനിവാര്യമാണ്, തൻ്റെ ധർമ്മം പുലർത്തുക എന്നുള്ളതാണ്. രണ്ടും തന്നെ സ്വീകരിക്കാൻ മനസ്സുകൂടി മിലിറ്ററിക്കാർ യുദ്ധത്തിന് പോകുമല്ലോ, അവർ സ്വീകരിക്കാൻ മനസ്സുകൂടി പോവാണ്. പക്ഷെ അവരുടെ ശക്തി അവർക്ക് ചോർന്നു പോകുന്നില്ല. ഒരു മിലിറ്ററിക്കാരന് ആ സാഹചര്യത്തിൽ അവർക്കുണ്ടാകുന്ന ശക്തി എത്രയോ നമ്മളെക്കാളും 10 മടങ്ങായിരിക്കും എന്നുള്ള. എന്താണ് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ വിശ്വസിക്കാൻ തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ മനസ്സ് തന്നെ. എന്ത് കണ്ടാലും കേട്ടാലും അത് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും അതിൽ അള്ളിക്കയറി പിടിച്ചിരിക്കും. നമ്മുടെ സ്വഭാവമാണ്. അപ്പോൾ ഉടുമ്പ് അള്ളിക്കയറി പിടിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മനസ്സ്. എന്ത് കണ്ടാലും കേട്ടാലും ഉടുമ്പിനെ പോലെ അതിന് അള്ളിക്കയറി പിടിച്ചിരിക്കും. അത് വേണ്ടതാണേലും വേണ്ടാത്തതാണേലും ഇതുപോലെ ഉടുമ്പ് പോലെയാണ്. ഇങ്ങനെയുള്ള ഒന്നേ ദേഷ്യത്തിലായിരിക്കും, സ്നേഹത്തിലായി, ഇങ്ങനെയുള്ള കാര്യത്തിൽ വ്യവഹാരമായ ലോകത്ത് മാത്രമാണ് ബന്ധിച്ച് നിൽക്കുന്നത് നമ്മുടെ മനസ്സിപ്പോഴും. ഇപ്പോൾ വിരൂപിയാണേലും സ്നേഹം പ്രേമം എന്ന സൗന്ദര്യം വെച്ച് കെട്ടും. സുന്ദരിയായാലും പ്രേമമില്ലെങ്കിൽ വൈരൂപ്യം വെച്ച് കെട്ടും. ഓളക്കൊല്ലം കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ മനസ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആസ്വാദനം ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സാണ് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നതും.